നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. മരണത്തിൽ മറയുന്നത്. തൃശൂർ പാമ്പാടി നെഹ്റു കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തമാക്കി യുവജന സംഘടനകൾ. കോളേജിലേക്ക് നടത്തിയ KSU SFI മാർച്ചിൽ സംഘർഷം. ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കോളേജ് അടിച്ചു തകർത്തു. കോഴിക്കോട് സ്വദേശിയും 1ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയുമായ ജിഷ്ണു പ്രണോയിയെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട്. ആത്മഹത്യയിലേക്ക് നയിച്ചത് കോളേജ് അധികൃതരിൽ നിന്നുണ്ടായ മർദ്ദനമെന്ന് ബന്ധുക്കൾ. എന്നാൽ പരീക്ഷയ്ക്ക് കോപ്പിയടിച്ചതിന്റെ പേരിൽ ജിഷ്ണുവിനെ താക്കീത് ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്ന് കോളേജ് അധികൃതർ. പ്രതിഷേധം ശക്തമായതോടെ സംഭവത്തിൽ റിപ്പോർട്ട് തേടി സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ. വെളുപ്പിക്കാൻ പല വഴി. നോട്ട് സാധുവാക്കലിനെ തുടർന്നുണ്ടായ ബാങ്കിംഗ് ഇടപാടുകളിൽ വിശദ പരിശോധനയുമായി കേന്ദ്രം. കറൻസി പിൻവലിക്കലിനു ശേഷം പുതുതായി തുടങ്ങിയത് 2 കോടിയിലേറെ ബാങ്ക് അക്കൗണ്ടുകളെന്ന വിവരം. ഇവയിൽ ഇതുവരെ നിക്ഷേപമായി എത്തിയത് 3 ലക്ഷം കോടിയോളം രൂപ. പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന ക്യാമ്പയിനെ തുടർന്ന് 2 വർഷത്തിനിടെ 20 കോടി അക്കൗണ്ടുകൾ രാജ്യത്ത് തുടങ്ങിയിരുന്നു. എന്നാൽ ഒരു പ്രചരണവും ഇല്ലാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 2 കോടിയിലേറെ അക്കൗണ്ടുകൾ ഉണ്ടായതിൽ ദുരൂഹത. അതിനിടെ നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് ചെറുകിട വ്യവസായ മേഖലയിൽ 35% പേർക്ക് തൊഴിൽ നഷ്ടമായെന്ന് പഠന റിപ്പോർട്ട്. സ്ഥാപനങ്ങളുടെ വരുമാനത്തിൽ 50% ഇടിവുണ്ടായെന്നും ഇത് തൊഴിൽ നഷ്ടം കൂട്ടുമെന്നും വിലയിരുത്തൽ. കണ്ണുരുട്ടി പിണറായി. വിജിലൻസ് ഡയറക്ടർക്കെതിരെ വാളെടുത്ത IAS ഉദ്യോഗസ്ഥർക്ക് ശക്തമായ താക്കീത് നൽകി മുഖ്യമന്ത്രി. IASകാരുടെ സമരത്തിന് ന്യായീകരണമില്ല. സമരത്തിലൂടെ സർക്കാരിനെ ഏതെങ്കിലും വഴിക്ക് നടത്താമെന്നാണ് വിചാരമെങ്കിൽ അതിന് ഈ സർക്കാർ തയ്യാറല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജേക്കബ് തോമസിനോടുള്ള പ്രതിഷേധ സൂചകമായി കൂട്ടവധി പ്രഖ്യാപിച്ചിരുന്ന IAS ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് രാവിലെ. ഇക്കാര്യത്തിൽ IAS അസോസിയേഷൻ ഭാരവാഹികളോട് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയതായും പ്രതിഷേധത്തെ അതീവ ഗൗരവത്തോടെ കാണുന്നതായും പിന്നീട് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി. അന്വേഷണവും കേസും വരുമ്പോൾ വികാരപ്രകടനം സ്വാഭാവികം. പക്ഷേ അതിന് സമരത്തിന്റെ രൂപം നൽകുന്നത് ശരിയായ നടപടിയല്ല. സർക്കാരിനെതിരായ നീക്കമല്ല, തങ്ങളുടെ ആശങ്ക അറിയിക്കാനാണ് അവധിയെന്ന IAS ഉദ്യോഗസ്ഥരുടെ നിലപാടിനെ തുറന്ന മനസ്സോടെ കാണുന്നതായും പിണറായി. അതിർത്തിയിൽ ഭീകരാക്രമണം. ജമ്മു കാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം. അഖ്നൂരിലെ സൈനിക ക്യാമ്പിന് സമീപം പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. തീവ്രവാദികൾക്കായി തിരച്ചിൽ തുടരുന്നു. മേഖലയിൽ വൻ സൈനിക വിന്യാസം. ക്യാമ്പിന് നേരെ ഗ്രനേഡുകൾ എറിഞ്ഞ ശേഷം അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. അപ്രതീക്ഷിതാക്രമണം പുലർച്ചെയായതിനാൽ സംഘത്തിൽ എത്ര ഭീകരരുണ്ടെന്ന് അറിയില്ലെന്നും തിരച്ചിൽ ഊർജിതമാക്കിയതായും വിശദീകരണം. ഇന്നത്തെ സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2670 രൂപ, പവൻ 21,360 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30 കിരണ ചേരും. നമസ്കാരം.